നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 25-ാം വാക്യവും മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 41-ാം വാക്യവും വായിക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്, എങ്കിലും രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസ് 8:25, മർക്കോസ് 4:41. ഈ രണ്ട് വാക്യങ്ങൾ വായിക്കാം. ആദ്യം ലൂക്കോസ് 8:25 വായിക്കാം. പിന്നെ അവരോട് നിങ്ങളെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവനാ, അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നുവെന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ഇനി മർക്കോസ് 4:41 കൂടി വായിക്കാം. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടി ഇവനനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. മതി. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളും ഒരേ കണ്ടന്റ് തന്നെയാണ്, സംഭവം ഒന്ന് തന്നെയാണ്. ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 41-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഒരു ആശ്ചര്യത്തോടു കൂടിയുള്ള സംഭാഷണമാണ് നമ്മളിവിടെ വായിച്ചത്. അതിന്റെ പശ്ചാത്തലം നമ്മൾ കാണുന്നുണ്ട്. മർക്കോസ് 4:35-ാം വാക്യം മുതൽ നമുക്ക് ആ ഭാഗം കാണാവുന്നതാണ്. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അങ്ങനെ അവർ പടകിൽ ഇരുന്നു യാത്ര ചെയ്യുവാൻ തുടങ്ങി. പടകിലിരുന്ന ഉടനെ തന്നെ യേശു ഉറങ്ങുവാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെ പോകുമ്പോൾ എന്ത് സംഭവിച്ചു? വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. യേശു കയറിയ പടകും കൂടെ ഉണ്ടായിരുന്ന ചെറുപടകുകളും ഒക്കെ ഇത്തരം സന്ദർഭത്തിലൂടെയാണ് കടന്നുപോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടക് മുങ്ങുമാറ് വെള്ളം ഇരച്ചു കയറുവാൻ തുടങ്ങി. ഇത് കണ്ട ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി. എന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നത് എന്താണ്? അതിന്റെ 38-ാം വാക്യം: അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു എന്ത് ചെയ്തു? അത് കേട്ട യേശു എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക, ശാന്തമാക എന്ന് കൽപ്പിച്ചു. ഈ കൽപ്പനയെങ്കിൽ കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. അതുവരെ ആർത്തലച്ചിരുന്ന കടൽ ശാന്തമായി. ഇങ്ങനെ ഈ സംഭവം കണ്ടിട്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരെന്ത് പറഞ്ഞത്? നമ്മൾ 41-ാം വാക്യത്തിൽ അവിടെ യേശു അവരോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞ എന്താണ്? നിങ്ങളിങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, ഇത് യേശുവിന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് അവര്
അത്ഭുതങ്ങളും അടയാളങ്ങളും ആദ്യമായി കാണുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. അവർ ആദ്യമായിട്ടല്ല യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതായി കാണുന്നത്. എന്നിട്ടും പല അത്ഭുതങ്ങളും യേശു പ്രവർത്തിച്ചത് കണ്ട ശിഷ്യന്മാരാണ്. കടലിലിറങ്ങിയപ്പോൾ, പടകിലേക്ക് തിരമാലയടച്ചു കയറിയപ്പോൾ, കാറ്റടിച്ചപ്പോൾ അവർ മുങ്ങിപ്പോകുമെന്നുള്ള ഭയം അവരെ ബാധിക്കുവാൻ തക്കവണ്ണമിടയായി. അപ്പോൾ യേശു അതുവരെ പ്രവർത്തിച്ച സകല പ്രവർത്തനങ്ങളെയും കണ്ടുവന്ന ശിഷ്യന്മാർക്ക് പോലും കടലിലെ കാറ്റും തിരമാലയും കണ്ടപ്പോൾ അവരുടെ പടക് മുങ്ങിപ്പോകുമെന്ന ഭയമുണ്ടായി. അവർ നിലവിളിക്കുകയാണ്, ഞങ്ങൾ നശിച്ചു പോകും, ഞങ്ങൾ ഇല്ലാതെയായി പോകുമെന്നുള്ള ഭയം അവരെ ബാധിക്കുവാനിടയായി. യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടിട്ടും അവരുടെ ഉള്ളിൽ ഭയമാണ് ഉണ്ടായത്. അപ്പോഴാണ് യേശുവിന് അവരോടുള്ള ചോദ്യം, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ? നിങ്ങളിങ്ങനെ ഭീരുക്കളാകുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നത്. ഈ ചോദ്യവും യേശു കടലിനെയും കാറ്റിനെയും ശാന്തമാക്കുന്നതും കണ്ട പശ്ചാത്തലത്തിൽ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ചോദ്യം എന്താണ്? കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരാണ്? ഇത്രയും ദിവസം കൂടെ നടന്നിട്ടും യേശു പ്രവർത്തിച്ച പ്രവൃത്തികളൊക്കെ കണ്ടിട്ടും ഇവർക്ക് വിശ്വാസവും ഉറപ്പും സ്ഥിരതയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട അനേക വസ്തുതകൾ ഇവിടെയുണ്ട്. ആ ചോദ്യം തന്നെ ഇതാണ്, ഇവൻ ഇവൻ ആരാണ്? കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അവർ പരസ്പരം പറഞ്ഞ് അവർ ആശ്ചര്യപ്പെടുകയാണ് ഉണ്ടാക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇവൻ ആരെന്ന ചോദ്യം ഒരു നല്ല ചോദ്യമാണ്. ആ ചോദ്യത്തിൽ നിന്നും അറിവിന് പിന്നെയും പുരോഗതിയുണ്ടാകുന്നതാണ് എന്ന് നാം മനസ്സിലാക്കുക. കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് വലിയ വിശേഷതയേറിയ ഒരു സംഗതിയാണ് എന്ന് നാം മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുന്നതിലൂടെ ലഭ്യമാകുന്ന അനേക സംഗതികളെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നാം വളരെ ശ്രദ്ധയോടെ കാണേണ്ടത് ഈ യേശുവിനെ കുറിച്ച് ഇവർ ചോദിക്കുന്നത് ഇവൻ ആര് എന്നുള്ളതാണ്. ഈ യേശു ആരാണ് എന്നുള്ള അറിവ് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇന്ന് നാം ലോകത്തിലേക്ക് തലതിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അനേക ആൾക്കാർ യേശുവിനെ കുറിച്ച് ധാരാളം പ്രസംഗിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അവർ പ്രസംഗിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം വളരെ സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പ്രസംഗകരുടെ പ്രസംഗങ്ങൾ ഒരുപക്ഷെ യേശുക്രിസ്തുവിനെ താൻ ആയിരിക്കുന്നതിനേക്കാൾ വളരെ അധികമായി ഉയർത്തി കാണിക്കുന്നുണ്ടാകാം. പലരുടെയും ഉള്ളിൽ ആവശ്യത്തിൽ അധികമായുള്ള ഉയർത്തൽ യേശുവിന് കൊടുക്കുന്നത് നാം കാണാറുണ്ട്. ഒരു പരിധിവരെ നാം ചിന്തിച്ചാൽ യേശുവിന് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം വിശുദ്ധ തിരുവെഴുത്തുകളാണ് നാം പരിശോധിക്കുകയും ഉറച്ചു നിൽക്കേണ്ടതും ചെയ്യേണ്ടത്. ഒരുത്തരുടെയും പ്രസംഗത്തിലല്ല നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. ആര് പ്രസംഗിച്ചാലും ആ പ്രസംഗിക്കുന്നത് വിശുദ്ധ തിരുവെഴുത്തുമായി യോജിച്ചു പോരുന്നതാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിച്ചു നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതായ ഒരു ഉദാഹരണമാണ് വിശുദ്ധ തിരുവെഴുത്തിൽ തന്നെ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 10ഉം 11ഉം വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, ചില ജനതയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 10ഉം 11ഉം വാക്യവും വായിക്കാം. സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. എവിടേക്കാണ് പോയത്?
ബെരോവയ്ക്കാണ് പോയത്. ഇനി വായിക്കുക. അവിടെ എത്തിയാറെ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി ഉള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവിടെ എവിടെയാണ്? ബെരോവയിൽ യഹൂദന്മാരുടെ പള്ളിയിലേക്ക് പൗലോസും ശീലാസും പോയി. അവരെ കുറിച്ചാണ് പറയുന്നത്. അവര് തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവരുടെ പ്രത്യേകത എന്താണ്? അവർ ഉത്തമന്മാരായത് എങ്ങനെയാണ്? അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. പ്രസംഗകന്മാർ എന്തും പ്രസംഗിക്കട്ടെ, നിങ്ങളത് കേട്ടുകൊള്ളൂ. കേട്ടിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് ചെയ്യുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കുന്നതെല്ലാം കേട്ടിട്ട് അത് അപ്പാടെ വിഴുങ്ങുന്നവരാകണം എന്നല്ല വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെന്താണ് പഠിപ്പിക്കുന്നത്? പ്രസംഗകൻ പ്രസംഗിക്കുന്നതൊക്കെ കേൾക്കണം. എന്നിട്ട് ആ കേട്ട കാര്യങ്ങളെ വിട്ടുകളയാതെ അവയൊക്കെ അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിക്കണം. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് അവർ ഉത്തമന്മാരായിരുന്നു എന്ന് പറയുന്നത്. നാമും ഉത്തമന്മാരാകണം. ബെരോവയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു എന്ന് സൂചിപ്പിക്കുമ്പോൾ അതിന്റെ കാരണം അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്, പ്രസംഗകന്മാരുടെ പ്രസംഗം കേട്ടിട്ട് തിരുവെഴുത്തിലുള്ളത് എന്താണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താതെ ആ പ്രസംഗത്തിന്റെ മുകളിൽ അതിനെ ഉപരിപ്ലവമായി സ്വീകരിച്ച് ആ പ്രസംഗത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതല്ല ഉത്തമന്മാരുടെ ലക്ഷണം. മറിച്ച് ആ പ്രസംഗിച്ചതൊക്കെ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുവാനുള്ളൊരു മാനദണ്ഡമുണ്ട്. അതാണ് തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രസംഗകന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് തിരുവെഴുത്തുകൾ സാക്ഷ്യപ്പെടുത്തുന്നതാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കുന്നവരാണ് ഉത്തമന്മാരായ വിശ്വാസികൾ എന്ന് പറയുന്നത്. അപ്പോൾ നാം ആരെന്തു പ്രസംഗിച്ചാലും കേൾക്കുന്നതൊക്കെ അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ ആധാരമാക്കി പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ തിരുവെഴുത്തായിരിക്കണം ഉത്തമരായ വിശ്വാസികൾക്ക് അടിസ്ഥാനമായിരിക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൗലോസിന്റെ പ്രസംഗങ്ങളിലൊക്കെ യേശുക്രിസ്തു ആരെന്നുള്ള ഈ ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി നൽകുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. നാം പരിശോധിച്ചാൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 22-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 9:22. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതെയാക്കി. യഹൂദന്മാർക്ക് പ്രതിവാദമില്ലാതെ വണ്ണം യേശു ആരെന്ന് തെളിയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശു തന്നെയാണ് ക്രിസ്തു എന്നാണ് പൗലോസ് ശ്ലീഹ തെളിയിച്ചത്. യഹൂദന്മാരോടുള്ള പൗലോസിന്റെ സംവാദങ്ങളിൽ അവൻ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരുന്നു. ഈ പൗലോസ് എവിടെയെങ്കിലും യേശു തന്നെയാണ് ദൈവമെന്ന് എവിടെയെങ്കിലും ഒരു സംവാദം നടത്തിയിട്ടുണ്ടോ? യേശു തന്നെയാണ് ദൈവമെന്ന് സ്ഥാപിക്കുവാനുള്ള പരിശ്രമം എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഒരിടത്തുമില്ല. എന്നിരിക്കെ നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിലും അനേകർ പ്രസംഗിക്കുന്നത് യേശു മാത്രം ദൈവം, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്നാണ്. വളരെ സൂക്ഷ്മതയോടെയാണ് ഇത്തരം പ്രസംഗകരെ നാം പരിശോധിക്കേണ്ടത്. യേശു തന്നെ ദൈവം, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു സത്യദൈവവുമില്ല എന്ന് പ്രസംഗിക്കുന്ന ഏതൊരുത്തിന്റെയും പ്രസംഗത്തെ നമ്മൾ കേട്ട ശേഷം
തിരുവെഴുത്ത് അങ്ങനെ തന്നെയാണോ പറയുന്നത് എന്ന് കൂടി പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് അങ്ങനെയുള്ള പരിശോധനയെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഇന്ന് അനേകർ യേശു മാത്രം ദൈവം, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പ്രസംഗിക്കുകയും ആ പ്രസംഗത്തെ അപ്പാടെ വിഴുങ്ങുകയും അതുതന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഛർദ്ദിച്ചു വയ്ക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ വിശ്വാസികളായ ദൈവമക്കൾ സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ടത് വിശുദ്ധ തിരുവെഴുത്തുകളെയാണ്. ഈ വായിച്ച വാക്യത്തോട് കഴിഞ്ഞ് ഒരു വാക്യം കൂടെ വായിച്ച ശേഷം നമുക്ക് പൗലോസിന്റെ തന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 5-ാം വാക്യം കൂടി വായിക്കാം. ശീലാസും തിമോഥെയോസും മക്കെദോന്യയിൽ നിന്ന് വന്നാറേ പൗലോസ് വചനഘോഷത്തിൽ ശുഷ്കാന്തി പൂണ്ട്. ശീലാസും പൗലോസും മക്കെദോന്യയിൽ വന്നാറേ വായിരേ. പൗലോസ് വചനഘോഷത്തിൽ ശുഷ്കാന്തി പൂണ്ട്. പൗലോസ് വചനഘോഷത്തിൽ ശുഷ്കാന്തി പൂണ്ടു. യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. യഹൂദന്മാരുടെ മുമ്പിൽ പൗലോസ് സാക്ഷീകരിച്ചത് യേശു തന്നെ ദൈവമെന്നാണോ അതോ യേശു തന്നെ ക്രിസ്തു എന്നാണോ? യേശു തന്നെ ക്രിസ്തു എന്നാണ് സാക്ഷീകരിച്ചത്. നാം തിരുവെഴുത്തുകളെ ഈ രീതിയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യതയോടെ ഈ വിഷയങ്ങളിൽ മറുപടി ഉണ്ടാകുകയാണ്. നാം തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നവരാകണം. വൈകാരികമായി പ്രസംഗങ്ങളെ ഏറ്റെടുത്ത് തിരുവെഴുത്തുകൾക്ക് വിപരീതമായ ഉപദേശത്തെ കൈക്കൊള്ളുന്നവരായി നാം മാറരുത്. വിശുദ്ധ തിരുവെഴുത്തിൽ വളരെ കൃത്യമായി ദൈവത്തിന്റെ പുത്രൻ വന്ന് അറിയിച്ചു തന്ന സംഗതിയുണ്ട്. അത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അവിടെ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, അപ്പൊ യേശു പറഞ്ഞ കാര്യമാണ്. ഇനി പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്. അപ്പം നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന്, ആർക്ക്? പുത്രന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും നിത്യജീവൻ നൽകേണ്ടതിന് നീ സകല ജഡത്തിന്മേലും പുത്രന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യം, 3-ാം വാക്യം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. വളരെ സൂക്ഷ്മതയോടെ പരിശോധിക്കണം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പൊ ഇവിടെ നിത്യജീവൻ എന്താണെന്നുള്ളതിന് ഒരു നിർവചനം തന്നെയാണ് അവിടെ ദൈവപുത്രൻ വന്ന് അറിയിച്ചു തന്നിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഏക സത്യദൈവമായ നിന്നെയും. അപ്പൊ ആരാണ് ഏക സത്യദൈവം? യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഓൺലി ട്രൂ ഗോഡ്, ഒരേ ഒരു സത്യദൈവമെന്നും. ഇനി യേശുക്രിസ്തു ആരാണ്? ഈ ഏക സത്യദൈവത്താൽ അയക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു എന്നുമുള്ള അറിവ് നിത്യജീവനാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ എങ്ങനെ അറിയണം? യേശുക്രിസ്തു ഏക സത്യദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന അറിവ്, യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേ ഒരു സത്യദൈവം എന്ന അറിവ് നിത്യജീവനാണ് എന്നാണ് നമ്മൾ ഇവിടെ നിന്ന് വായിക്കുന്നത്. അപ്പോൾ കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി ദൈവത്തിന്റെ പുത്രൻ വന്ന് അറിയിച്ചു തന്നിരിക്കുന്നു. ആരാണിവൻ? ഇവൻ ആരാണ്? ഇവൻ ക്രിസ്തുവാണ്. യേശു തന്നെ ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു എന്ന് വളരെ കൃത്യമായി അവിടെ പറഞ്ഞിരിക്കുന്നു. അഭിഷിക്തൻ എന്നാണ് ക്രിസ്തു എന്ന പദത്തിന്റെ അർത്ഥം. ഏക സത്യ ദൈവത്തിന്റെ അഭിഷിക്തനാണ് യേശു എന്നുള്ള അറിവ്, ഏക സത്യ ദൈവമാണ് ഈ അഭിഷിക്തനെ, ഈ യേശു ക്രിസ്തുവിനെ അയച്ചതെന്ന അറിവ് നിത്യജീവനാണ്. എന്തുകൊണ്ടാണ് അത് നിത്യജീവനാകുന്നത്? കാരണം ഈ യേശു പറഞ്ഞതായ കാര്യങ്ങളെ
സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള ആധികാരികത ഉറപ്പിക്കുന്നത് ഇവൻ ഏക സത്യദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്നുള്ള അടിസ്ഥാന അറിവ് ഉള്ളവർക്കാണ് അത് ആധികാരികമായി കൈക്കൊള്ളുവാൻ കഴിയുന്നത്. ഏക സത്യ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ഈ യേശു എന്ന അറിവ് ഈ യേശു പറയുന്ന കാര്യങ്ങളുടെ ആധികാരികത ഉറപ്പിക്കുകയാണ്. ഈ ഏക സത്യ ദൈവമാണ് യേശുവിനെ അയച്ചത് എന്നുള്ള അറിവ്, ഈ യേശു ഏക സത്യ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നുള്ള അറിവ്, ഇത് നിത്യജീവനാകുന്നത് ഈ യേശു പറഞ്ഞ വചനങ്ങളെ കൈക്കൊള്ളുന്നതിലൂടെയാണ്. കാരണം ഏക സത്യ ദൈവത്താൽ അയക്കപ്പെട്ടവനായ യേശു പറയുന്ന കാര്യങ്ങളുടെ ആധികാരികതയുടെ ഉറവിടമെന്ന് പറയുന്നത് സകലത്തിന്റെ സൃഷ്ടാവായ ഏക സത്യ ദൈവമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു വച്ചത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കാം. യോഹന്നാൻ 5:24. ആമേൻ ആമേൻ, സത്യം സത്യമായി, ഉറപ്പായി ഉറപ്പായി. അതാണ് അതിന്റെ അർത്ഥം. ട്രൂലി ട്രൂലി. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ അധ്യാപനത്തിന്റെ പ്രസക്തി എന്താണ്? ലക്ഷ്യം എന്താണ്? അത് സ്വീകരിക്കുകയും അത് സ്വീകരിച്ചിട്ട് യേശുക്രിസ്തുവിനെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ അധ്യാപനത്തിന്റെ ലക്ഷ്യം. അതിലൂടെ അങ്ങനെ ചെയ്യുന്നവർക്ക് എന്ത് ലഭിക്കുന്നു എന്നാണ് വായിക്കുന്നത്? നിത്യജീവൻ ലഭിക്കുന്നു എന്ന്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്നിട്ട് അവൻ എന്ത് സംഭവിക്കുന്നു? ഫർദർ എന്താണ് സംഭവിക്കുന്നത്? അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള പ്രവേശം എന്ന് പറയുന്നതാണ് രക്ഷ അഥവാ നിത്യജീവൻ എന്ന് പറയുന്നത്. ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള പ്രവേശമാണ് രക്ഷ എന്ന് പറയുന്നത്. അവിടെയാണ്, അതാണ് നിത്യജീവൻ ഉള്ളത്. അവനാണ് നിത്യജീവൻ ലഭ്യമാകുന്നത് എന്നാണ് വളരെ കൃത്യമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ആകയാൽ പ്രിയരെ, നാം വളരെ സൂക്ഷ്മതയോടെ തിരുവെഴുത്തുകളെ പരിശോധിക്കണം. പ്രസംഗിക്കുന്നത് ആരും പ്രസംഗിച്ചോട്ടെ, അവന്റെ പ്രസംഗം വിശുദ്ധ തിരുവെഴുത്തുകളോട് യോജിക്കുന്നതാണോ, അതിനോട് ചേർന്ന് നിൽക്കുന്നതാണോ എന്ന് സൂക്ഷ്മതയോടെ പരിശോധന ഉറപ്പിച്ച ബെരോവയിലുള്ള വിശ്വാസികളെ ഉത്തമന്മാരായി വിശുദ്ധ തിരുവെഴുത്ത് എടുത്തു കാണിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാക്കുവാനാണ് എന്ന് മറന്നു പോകരുത്. ആകയാൽ പ്രിയരെ, പ്രസംഗിക്കുന്നവനാരും പ്രസംഗിക്കട്ടെ, അവന്റെ പ്രസംഗം തിരുവെഴുത്തിലുള്ളതാണോ എന്ന് പരിശോധിച്ചുറപ്പിക്കുവാൻ റെഫറൻസ് നിങ്ങൾ സൂക്ഷ്മതയോടെ പരിശോധിക്കുന്നത് വളരെ ആവശ്യമാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളോട് ചിലർ പറയും കോൺട്രഡിക്ഷൻ ഉണ്ടാക്കുന്ന വേറെ കാര്യമുണ്ട് എന്നുള്ള രീതിയിലാണ് അവരത് കൊണ്ടുവെക്കുന്നത്. ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം വായിക്കാം. പലരും എടുത്തുകൊണ്ടുവരുന്നൊരു വാക്യമാണ്. നമുക്കതൊന്ന് സൂക്ഷ്മതയോടെ പരിശോധിക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം. 1 John chapter 5 verse 20. ദൈവപുത്രൻ വന്നു എന്നും. വളരെ നിർത്തി വായിക്കണം. ദൈവപുത്രൻ വന്നു എന്നും. ആര് വന്നു എന്നാണ്? സൺ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം നൽകിയെന്നും നാം അറിയുന്നു. The Son of God has come and given us an understanding that we may know him that is true. ദൈവത്തിന്റെ പുത്രൻ വന്നു എന്നും. അപ്പൊ വന്നത് ആരാണ്? ദൈവത്തിന്റെ പുത്രനാണ്. സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം നൽകിയെന്നും നാം അറിയുന്നു. ആരാ ഇത് പറയുന്നത്? യോഹന്നാൻ ശ്ലീഹയാണ് പറയുന്നത്. എന്നിട്ട് തുടർന്ന് വായിക്കുന്നത് എന്താണ്? നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ. അപ്പൊ ആരുടെ പുത്രനാണ് യേശുക്രിസ്തു എന്നാണ് അവിടെ പറഞ്ഞത്? സത്യദൈവത്തിന്റെ പുത്രനാണ് യേശുക്രിസ്തു എന്നാണ്
യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അപ്പോൾ നാം സത്യദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അപ്പോ ആരാണ് സത്യദൈവം? യേശു ക്രിസ്തുവിന്റെ പിതാവാണ് സത്യദൈവം എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. സത്യദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് അവൻ സത്യദൈവവും അവിടെ തുടർന്ന് വായിക്കുന്നത് എന്താണ്? അവൻ ആര്? ദൈവത്തിന്റെ പുത്രൻ വന്ന് അറിയിച്ചു തന്ന സത്യദൈവം അതാരാണെന്നും നിത്യജീവൻ എന്താണെന്നുമാണ് അവിടെ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പുത്രൻ വന്ന് സത്യദൈവത്തെ അറിയുവാൻ വിവേകം നൽകി എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ ഈ വാക്യം എടുത്തു വെച്ചിട്ട് ദൈവത്തിന്റെ പുത്രൻ വന്ന് അറിയിച്ചു തന്ന സത്യദൈവത്തെ നിഷേധിച്ചുകൊണ്ട് അതിനു വിപരീതമായി യേശു മാത്രം ദൈവം, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു സത്യദൈവവുമില്ല എന്ന് പ്രഘോഷിക്കുന്ന സമൂഹങ്ങളുടെ പ്രസംഗങ്ങളെ, വിശ്വാസികളെ, നിത്യജീവൻ കാക്ഷിക്കുന്ന പ്രിയരെ നിങ്ങൾ സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം നൽകി സത്യദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്നാണ് 1 യോഹന്നാൻ 5:20 അരക്കിട്ടുറപ്പിക്കുന്നത്. ദൈവത്തിന്റെ പുത്രൻ വന്ന് സത്യദൈവത്തെ കുറിച്ച് ഒരു അധ്യാപനം നടത്തിയതായി വിശുദ്ധ തിരുവെഴുത്തിലുണ്ടെങ്കിൽ അത് ഒരേ ഒരു വാക്യമേ ഉള്ളൂ. അത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യമാണ്. ഇതല്ലാതെ വേറെ ആരെ കുറിച്ചെങ്കിലും, യേശുക്രിസ്തുവിനെ അയച്ചവനെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ചെങ്കിലും സത്യദൈവമെന്ന് ദൈവപുത്രൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്യം കാണിക്കാൻ യേശു മാത്രം ദൈവം, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു സത്യദൈവവുമില്ല എന്ന് പ്രസംഗിക്കുന്ന ഉപദേശിയോട് ചോദിക്കുവാൻ ജനം ഉത്സാഹമുള്ളവരായി മാറണം. ദൈവത്തിന്റെ പുത്രൻ വന്നിട്ട് യേശുക്രിസ്തുവിനെ അയച്ചവനെ കുറിച്ചല്ലാതെ സത്യദൈവം എന്നൊരു പരാമർശം നടത്തിയതായി തിരുവെഴുത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കൂ പാസ്റ്ററെ, കാണിക്കൂ ഉപദേശി എന്ന് പ്രസംഗകനോട് ചോദിക്കുവാനുള്ള ധൈര്യം സത്യാന്വേഷികളായ ഉത്തമന്മാരായ വിശ്വാസികൾ കാണിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നുപോയ ദുരുപദേശകന്മാരുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് മറന്നു പോകരുത്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നത്. 2 യോഹന്നാൻ ഒരു അധ്യായമേ ഉള്ളൂ. അതിന്റെ 9, 10 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നുപോയ ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും ഉണ്ട്, പുത്രനും ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഉപദേശം കൊണ്ടല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവനോട് കുശലം പറയരുത്, അവനോടുകൂടി ഭക്ഷണം കഴിക്കരുത് എന്നിത്യാദി കാര്യങ്ങളാണ് അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ക്രിസ്തു പറഞ്ഞതനുസരിച്ച് ആരാണ് ഒരേ ഒരു സത്യദൈവം? യേശു ക്രിസ്തുവിനെ അയച്ചവനാണ്. യേശു ക്രിസ്തുവിനെ അയച്ചത് ആരാണ്? പിതാവാണ് യേശു ക്രിസ്തുവിനെ അയച്ചത്. അങ്ങനെയെങ്കിൽ പിതാവല്ലാതെ വേറെ സത്യദൈവമില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവപുത്രൻ വന്ന് അറിയിച്ചു തന്നിരിക്കെ അതിന് വിപരീതമായ ഉപദേശം പ്രഘോഷിക്കുന്ന ഏതൊരുത്തനോടും അവൻ പ്രസംഗിക്കുന്നതിന് തിരുവെഴുത്തിൽ തെളിവ് ചോദിക്കണം. ദിനംപ്രതി അവർ വചനം കൈക്കൊണ്ടതല്ലാതെ അവയൊക്കെ അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചുകൊണ്ടിരുന്നു എന്ന് ബെരോവയിലുള്ള വിശ്വാസികളെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം കാണുന്നത് മറന്നു പോകരുത്. നാം ഉത്തമന്മാരായ വിശ്വാസികളാകാൻ വേണ്ടി പരിശ്രമിക്കുന്നവരായി തീരണം. കാരണം ഇത് തമാശയല്ല, ഇത് കുട്ടിക്കളിയല്ല, വെറും ടൈം പാസ് അല്ല, മക്കളെ കെട്ടിക്കാനോ ചത്താ കുഴിച്ചിടാനോ സ്ഥലമന്വേഷിച്ച് നടക്കുന്ന സമ്പ്രദായമല്ല, മറിച്ച് ഇത് ഈ ലോകത്തിലെ താൽക്കാലിക വാസം കഴിഞ്ഞ് നിത്യജീവങ്കിലേക്ക് കടന്നു പോകേണ്ടതായി പ്രത്യാശ വച്ചിരിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ പ്രസക്തമായ നിലപാടാണ്. ഈ ഭൂമിയിലെ നമ്മുടെ വാസം താൽക്കാലികമാണ്.
നാം നിത്യജീവനായി ക്രിസ്തുവിനോടുകൂടി എന്നേക്കും വാഴുവാനായി വിളിക്കപ്പെട്ടവരാണ്. ആ ബോധ്യമുള്ള ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ചത്ത കുഴിച്ചിടുന്നത് എവിടെയാണെന്നും മക്കളുടെ കല്യാണം എവിടെ കഴിപ്പിക്കുമെന്നുള്ളതല്ല ചോദ്യം. മറിച്ച് ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ എന്ന ചോദ്യത്തിനാണ് അവൻ മറുപടി അന്വേഷിക്കേണ്ടത്. ആ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമുണ്ടെങ്കിൽ, ആ നിത്യതയാണ് നിന്റെ പ്രത്യാശയെങ്കിൽ, ആ നിത്യതയാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്നേ മതിയാവൂ. ക്രിസ്തുവിന്റെ ഉപദേശം അനുസരിച്ച് യേശു ക്രിസ്തു ആരാണ്? ഏക സത്യ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. അതിന്റെ ഉറപ്പിനും സ്ഥിരീകരണത്തിനുമായിട്ടാണ് യേശു ക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് എന്ന് നാം മറന്നു പോകരുത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 37-38 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യോഹന്നാന്റെ സ്നാനം തുടങ്ങി ഗലീലയിലും യഹൂദിയിലും ഒക്കെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ട് അപ്പോസ്തലന്മാര് പറയുകയാണ്, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും. അപ്പൊ ശ്രദ്ധിക്കണം, നസ്രയനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തവനാണ് ദൈവമെന്ന് അപ്പോസ്തലന്മാർ അരക്കിട്ടുറപ്പിച്ച് പറയുന്നു. മാത്രമല്ല, ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട്, അപ്പോൾ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും ആ ദൈവം യേശുവിനോട് കൂടെ ഇരിക്കുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് യേശു എന്ത് ചെയ്തെന്നാണ്? നന്മ ചെയ്യുകയും പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിധം നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് അവിടെ അപ്പോസ്തലന്മാർ പറഞ്ഞു വെക്കുന്നത്. നാം അപ്പോസ്തല പ്രവൃത്തികളുടെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ യേശുക്രിസ്തുവിനെ ദൈവം അഭിഷേകം ചെയ്തത് അയച്ചതാണെന്ന് യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് യഹൂദന്മാരുടെ പള്ളിയിൽ വചനം വായിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണത് എന്ന് അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം മുതൽ വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു വായിപ്പാൻ എഴുന്നേറ്റു നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. എന്നിട്ട് വായിക്കുന്ന ഭാഗം ഏതാണ്? യെശയ്യാ 61-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വചനഭാഗം വായിക്കുന്നത് എന്താണ്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും ദൈവം അവനോട് കൂടെ ഇരിക്കുകയും ചെയ്തുകൊണ്ട് അവൻ നന്മ ചെയ്യുകയും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയതും കൊണ്ട് സഞ്ചരിച്ചതുമായ വിധം നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് യഹൂദന്മാരോട് അപ്പോസ്തലന്മാർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ യേശു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ പ്രാരംഭ വചനഭാഗങ്ങൾ അത് തന്നെ കുറിച്ചുള്ളതാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് യഹൂദന്മാരുടെ പള്ളിയിൽ വായിച്ച വചനഭാഗമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും യേശുവിനോടുകൂടെ ദൈവം ഇരിക്കുകയും ചെയ്തതുകൊണ്ട് യേശു ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന് ഉറപ്പിന്റെയും സ്ഥിരീകരണത്തിനുമായിട്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും യേശുവിനെ ദൈവം നയിക്കുകയാണ് എന്ന് ചെയ്തതെന്ന് മനസ്സിലാക്കണം. നാം വായിച്ച വചനഭാഗങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 25-ാം വാക്യമായിരുന്നു കുറിവാക്യം. മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 41-ാം വാക്യമായിരുന്നു കുറിവാക്യം. യേശു
ചെയ്ത അടയാളം കണ്ടിട്ട് കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആര് എന്ന ചോദ്യമാണ് അത് കണ്ട ശിഷ്യന്മാർക്കുണ്ടായത്. അവർ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നത്, ഇവൻ ആരാണ്? ഇവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, ഇവൻ മശിഹയാണ്, ഇവൻ ദൈവത്തിന്റെ അഭിഷിക്തനാണ്, ഇവൻ ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് സകല സംഗതികളെയും അവിടെ കാണുന്നത്. അപ്പോസ്തലനായ പൗലോസിന് പോലും യഹൂദന്മാരുടെ മുമ്പിലുണ്ടായിരുന്ന വാദം, ജനങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന വാദം, അവനെ യേശുവിനെ ക്രിസ്തു എന്ന് ഉറപ്പിക്കുകയാണ് ചെയ്തത്. യേശു തന്നെ ക്രിസ്തു എന്ന് ഉറപ്പിച്ചുകൊണ്ട് യഹൂദന്മാരെ മിണ്ടാതാക്കി എന്നുള്ളതാണ് നാം കാണുന്നത്. അതല്ലാതെ ഇന്ന് ചിലരൊക്കെ പ്രസംഗിക്കുന്നത് പോലെ യേശു ക്രിസ്തുവാണ് ദൈവമെന്ന് പഠിപ്പിക്കുവാൻ ഒരപ്പോസ്തലനും പോയിട്ടില്ല. യേശു ക്രിസ്തുവാണ് ദൈവമെന്ന് പഠിപ്പിക്കുവാൻ പൗലോസ്ലീഹ പോയിട്ടില്ല. പൗലോസ്ലീഹയുടെ അധ്യാപനം മുഴുവനും യേശുവിനെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന, യേശു ദൈവപുത്രനാണെന്നും ക്രിസ്തുവാണെന്നുമുള്ള സ്ഥാപനത്തിനുള്ളതായ സംഗതികളാണ് താൻ പെർഫോം ചെയ്തത് മുഴുവനും. ഇതൊക്കെ പറയുമ്പം ചില മുറിവാക്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ മനസ്സിലാക്കാതെ ചിലരെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതിൽ പ്രസക്തമായ ഒരു വാക്യം ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. ഒന്നല്ല 2 വാക്യങ്ങളുണ്ട്. ഈ 2 വാക്യങ്ങൾ കൊണ്ട് പൗലോസ്ലീഹയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ വാക്യഭാഗങ്ങൾ കൂടി പരാമർശിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സത്യവേദ പുസ്തകത്തിൽ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ് സത്യവേദ പുസ്തകത്തിൽ കാണുന്നത്. ആ വാക്യം ഒന്ന് വായിക്കാം. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും മഹാദൈവവും നമ്മുടെ കർത്താവല്ല, നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹം. അപ്പൊ ഇവിടെ ഈ വാക്യം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് വായിക്കുന്നത്? അവിടെ യേശു ക്രിസ്തു മഹാദൈവമാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞു എന്നാണ് വായിക്കുന്നത്. ഇതേ വാക്യം തന്നെ ഞാൻ POC എന്ന് പറയുന്ന ഒരു പരിഭാഷയുണ്ട്, കത്തോലിക്കര് പബ്ലിഷ് ചെയ്യുന്നതാണ് POC പരിഭാഷ. ഞാൻ ഇത് മലയാളം പറയുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ മറ്റു ഭാഷയിലേക്ക് പോകാം. അപ്പോൾ POC എടുത്ത് വായിച്ചാൽ ഇത് മിക്കവാറും നമ്മുടെ ബഹുഭൂരിപക്ഷ സമൂഹങ്ങളും വായിക്കാറില്ല. POC എടുത്ത് വായിക്കണം. സത്യവേദ പുസ്തകത്തിൽ പറയുന്നതും POC പറയുന്നതും തമ്മിൽ വല്ല വ്യത്യാസവും ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ സത്യവേദ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടതിനകത്ത് എന്താ മനസ്സിലായി? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ഭാഗ്യകരമായ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ടും എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ അപ്പൊ ഇത് വായിക്കുന്ന ഒരാളെ, സത്യവേദ പുസ്തകം മാത്രം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് യേശു ക്രിസ്തുവാണ് മഹാദൈവവും രക്ഷിതാവുമെന്ന് വ്യക്തമായി. എന്നാൽ POC ബൈബിൾ എടുത്തിട്ട് അതിനകത്ത് തീത്തോസ് 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, അതിനകത്ത് 13-ാം വാക്യത്തിലാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ 13-ാം വാക്യമാണ്, ഗ്രീക്ക് ബൈബിളിൽ 13-ാം വാക്യമാണ്. അപ്പോൾ ഞാൻ POC ബൈബിളിൽ നിന്നൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇനി സത്യവേദ പുസ്തകം മാത്രം എടുത്തു വെച്ച് വായിച്ച് അബദ്ധത്തിൽപ്പെടാതെ പൗലോസിന്റെ തോളെ തോക്ക് വെച്ചുകൊണ്ട് വെടിവെക്കാൻ നടക്കാതെ POC ബൈബിൾ എടുത്ത് വായിക്കുക. അവിടെ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ഇതുവരെ കേട്ടിട്ടില്ലാത്തവർ ശ്രദ്ധയോടെ കേൾക്കണം. അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിന്റെയും രക്ഷകനായ യേശുക്രിസ്തുവിന്റെയും, അപ്പൊ ഇവിടെ എത്ര പേരെ കുറിച്ചാണ് പറഞ്ഞത്? 2 പേരെ കുറിച്ചാണ്. ആരൊക്കെയാണത്? മഹോന്നതനായ ദൈവവും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവും എന്നിങ്ങനെ 2 പേരെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മഹോന്നതനായ ദൈവത്തിന്റെയും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ 2 പേരുടെ മഹത്വത്തെ കുറിച്ചാണ് POC ബൈബിൾ വായിക്കുമ്പോൾ കാണുന്നത്. ഈ 2 പേർ ആരൊക്കെയാണ്? ഒന്ന് മഹോന്നതനായ ദൈവം, 2 നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു. ഇങ്ങനെ 2 പേരെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യം
ഇതിന്റെ നിജസ്ഥിതി അറിയാൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ തർക്കിച്ചിട്ടും വാദിച്ചിട്ടും വല്ല കാര്യവുമുണ്ടോ? യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ പൗലോസ്ലീഹയ്ക്ക് ലഭ്യമാകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയാണ് കാത്തിരിക്കുന്നതെന്നുള്ള വ്യക്തമാണ്. അപ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ ആരുടെയെല്ലാം മഹത്വമുണ്ട് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്നൊന്ന് പരിശോധിച്ച് നമുക്ക് ഉറപ്പിക്കാമോ? വെറുതെ POC ആണോ ശരി? സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞതാണോ ശരി? സത്യവേദ പുസ്തകത്തിൽ പറയുമ്പോൾ യേശുക്രിസ്തു മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാണ്. എന്നാൽ POC വായിക്കുമ്പോഴോ യേശുക്രിസ്തു മഹോന്നതനായ ദൈവവും എന്നിങ്ങനെ രണ്ടുപേരെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിന്റെ നിജസ്ഥിതി നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 26-ാം വാക്യം വായിക്കാം. ആരെങ്കിലും എന്നെയും എന്റെ വചനത്തെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. അപ്പൊ ഇവിടെ എത്ര പേരുടെ മഹത്വത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? 3 പേരല്ല. മനുഷ്യപുത്രന്റെ പിതാവ്, പിന്നെ എണ്ണം പറയാത്തത്ര വിശുദ്ധ ദൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 3 പേരല്ല, വിശുദ്ധ ദൂതന്മാരുടെ എണ്ണം പറഞ്ഞിട്ടില്ല. അപ്പൊ അസംഖ്യം വിശുദ്ധ ദൂതന്മാരുടെ മഹത്വമുണ്ട്, പിതാവിന്റെ മഹത്വമുണ്ട്, പുത്രന്റെ മഹത്വമുണ്ട്. അപ്പോൾ പൗലോസ്ലീഹായി പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ തനിക്ക് ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയ്ക്കായി താൻ കാത്തിരിക്കുന്നുവെങ്കിൽ ആ വരവെങ്കിൽ മനുഷ്യപുത്രന്റെ മഹത്വമുണ്ട്, പിതാവിന്റെ മഹത്വമുണ്ട്, അസംഖ്യം വിശുദ്ധ ദൂതന്മാരുടെ മഹത്വമുണ്ട്. അങ്ങനെയാണെങ്കിൽ POC ബൈബിളിൽ കാണുന്നത് പോലെ മഹോന്നതനായ ദൈവത്തിന്റെയും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയ്ക്കാണ് പൗലോസ്ലീഹ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, സത്യവേദ പുസ്തകത്തിലെ പരിഭാഷ വെച്ചുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കുവാൻ ശ്രമിക്കുന്ന ഈ കള്ളന്മാരുടെ മുൻപിലേക്ക് നിങ്ങൾ POC ബൈബിളിലെ മലയാള പരിഭാഷ എടുത്തു വെച്ച് കൊടുക്കണം. തൽക്കാലം മലയാളികളുടെ ഇടയിൽ അത്രയുമേ ആവശ്യമുള്ളൂ. ഇനി അതല്ല അപ്പുറത്തുള്ള വേറെ ഭാഷകളിലേക്കൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കസർത്ത് കളിയൊന്നും വേണ്ട പ്രിയരെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഈ സംഗതിക്ക് കൃത്യത വരുത്തിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ മനുഷ്യപുത്രന്റെ മഹത്വമുണ്ട്, മനുഷ്യപുത്രന്റെ പിതാവിന്റെ മഹത്വമുണ്ട്, അസംഖ്യം വിശുദ്ധ ദൂതന്മാരുടെ മഹത്വമുണ്ട്. അതുകൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കരുത്, കവർന്നു കളയരുത്. ഇവിടെ പലരും വചനത്തെ കൊട്ടിക്കളഞ്ഞുകൊണ്ട് യേശുക്രിസ്തു മഹാദൈവമാണെന്നൊക്കെ അലറിക്കുവി പ്രസംഗിച്ച് ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം. അതുപോലെ തന്നെ യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം കൊണ്ട് വന്നേക്കാം. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിക്കാൻ ഇതൊക്കെ കൊള്ളാമെന്ന് നിങ്ങൾ ഈ മറുവശം കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ശ്രമിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വശം കൂടി എടുത്ത് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ സംസാരിച്ചത്. ആകയാൽ പ്രിയരെ, ബെരോവയിലുള്ള വിശ്വാസികൾ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ നാം ഓരോരുത്തരും ഉത്തമന്മാരായ വിശ്വാസികളാകേണ്ടത് വളരെ ആവശ്യമാണ്. തിരുവെഴുത്തുകളെ പരിശോധിക്കുക. ആര് പ്രസംഗിച്ചാലും ആര് പഠിപ്പിച്ചാലും ആ കേട്ടതൊക്കെ അങ്ങനെ തന്നെ എഴുതി പരിശോധിച്ച് തിരുവെഴുത്തുകളിൽ നിന്നും ഉറപ്പുവരുത്തി സത്യത്തിന്റെ പാതയിൽ മുന്നേറേണ്ടത് വളരെ ആവശ്യമാണ്. പൗലോസ്ലീഹയുടെ അധ്യാപനങ്ങളിലെല്ലാം ദൈവമോ ഒരുത്തൻ മാത്രമെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. ദൈവമോ ഒരുത്തൻ മാത്രം. 3 പേരാണ് ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നാൽ അങ്ങനെ അല്ലല്ലോ സ്നേഹിത, ദൈവമോ ഒരുത്തൻ മാത്രമെന്നാണല്ലോ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ദൈവം ഒരുവനെന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നു. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യം.
ആ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനാണ് യേശുക്രിസ്തു എന്ന മനുഷ്യനെന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. 1 തിമോത്തിയോസ് 2:5 ദൈവം ഏകനല്ലോ എന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നു. റോമർ 3:30 ഇങ്ങനെ തിരുവെഴുത്തുകൾ വളരെ കൃത്യതയോടുകൂടി സത്യവിശ്വാസത്തെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളാരും വഞ്ചിക്കപ്പെട്ടു പോകരുത്. യേശുവിന്റെ അടുക്കൽ ഒരിക്കൽ ഒരുത്തൻ വന്നിട്ട് നല്ല ഗുരു എന്ന് വിളിക്കുമ്പോൾ അവിടെ യേശു കൊടുക്കുന്ന മറുപടി, എന്നെ നല്ലവനെന്ന് നീ വിളിക്കുന്നതെന്ത്? ദൈവം ഒരുത്തൻ മാത്രമല്ലാതെ നല്ലവൻ ആരുമില്ല. അപ്പൊ എത്ര പേരാണ് ദൈവം എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്? ഒരുത്തൻ മാത്രം. ആരാണ് ആ ഒരുത്തൻ? അത് യേശുക്രിസ്തുവിനെ അയച്ചവനാണെന്ന് ദൈവത്തിന്റെ പുത്രൻ പറഞ്ഞത് യോഹന്നാൻ 17:3 കാണുന്നു. അങ്ങനെയെങ്കിൽ പ്രിയരെ, നിങ്ങളെ ആരും വഞ്ചിച്ചു കളയരുത്. നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിച്ച് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. വൈകാരികമായി നിങ്ങളെ ആരും ചൂഷണം ചെയ്യുവാൻ ശ്രമിക്കരുത്. നിങ്ങൾ സത്യത്തിന്റെ പാതയിലായിരിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ആവശ്യമില്ലാതെ പൊക്കിയെടുത്ത് കാണിച്ച് ഒരു പ്രശംസയും കർത്താവിന് ആവശ്യമില്ല. അങ്ങനെയുള്ളവരെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം. അന്നാളിൽ അനേകർ വന്ന് എന്നോട്, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി വീര്യപ്രവൃത്തികൾ ചെയ്തു, പ്രവചിച്ചു എന്നിങ്ങനെ അവകാശവാദങ്ങളുമായിട്ട് വരും. വരുന്നവരോട് യേശുക്രിസ്തുവിന് പറയാനുള്ള മറുപടി എന്താണെന്ന് യേശു അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അധർമ്മം പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുകയും ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് യേശുവിനെ പൊക്കി അടിച്ച് ജനങ്ങളെ വശീകരിക്കാമെന്ന് വിചാരിച്ചാൽ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്ന സത്യവിശ്വാസികൾ, ഉത്തമന്മാരായ വിശ്വാസികൾ തിരുവെഴുത്തുകളെ പരിശോധിച്ച് സത്യത്തിന്റെ പാതയിൽ നിൽക്കുമെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറന്നു പോകരുത്. ആകയാൽ പ്രിയരെ, നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി നമ്മുടെ ചുവടുകളെ ദൃഢമാക്കാം. തിരുവെഴുത്തുകളെ പരിശോധിക്കാം. പ്രസംഗകന്മാരുടെ പിന്നാലെയല്ല, തിരുവെഴുത്തിൽ ചുവടുറപ്പിച്ച് അതിൽ നിലനിൽക്കുന്നവരായി നിത്യജീവൻ പ്രാപിക്കുവാൻ നാം ഓരോരുത്തരും സമർപ്പണമുള്ളവരായി മാറണം. ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, നിത്യജീവന്റെ പ്രത്യാശയിൽ ചുവടുകൾ ഉറപ്പിക്കുവാൻ നമ്മേവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ തോമസ് കുട്ടിച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ആദ്യം പ്രാർത്ഥിച്ച തോമസ് കുട്ടിച്ചായനാണല്ലോ. സിൽവാനോസ് ബ്രദർ പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സർവശക്തനായ തീരുമാനമായിരിക്കുന്ന വാഴ്ത്ത